اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبه نستعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. 59ാമത്തെ ഹിക്മത്താണ് നമ്മൾ പറയാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറയാണ്, ഖതഅ സായിരീന ലഹു വൽ വാസിലീന ഇലൈഹി അൻ റുഇയതി അഅമാലിഹിം വശുഹൂദി അഹ്വാലിഹിം. അമ്മ സായിറൂന ഫലി അന്നഹും ലം യതഹഖഖു സിദ്ഖ മഅല്ലാഹി ഫീഹാ വ അമ്മൽ വാസിലൂന ഫലി അന്നഹും ഗയ്യബഹും ബിശുഹൂദിഹി അൻഹ. കുറച്ച് വലിയ ഇബാറത്തുകളാണ്. ഖതഅ സായിരീന ലഹു, അള്ളാഹുവിലേക്ക് പ്രയാണം നടത്തിയവരെ അള്ളാഹു വിച്ഛേദിച്ചിരിക്കുന്നു, അള്ളാഹു താല മുറിച്ചു കളഞ്ഞിരിക്കുന്നു. വൽ വാസുലീന ഇലൈഹി, അള്ളാഹുവിലേക്ക് എത്തിയ ആളുകളെ അള്ളാഹു താല വിച്ഛേദിച്ചിരിക്കുന്നു. എന്തിനെ തൊട്ട്, അല്ലെങ്കിൽ എന്തിൽ നിന്ന്? അൻ റുഇയതി അഅമാലിഹിം, അവരുടെ അമലുകൾ കാണുന്നതിൽ നിന്ന്. എന്താ ഈ പറഞ്ഞറിയോ? 2 ആളുകളെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. ഒന്ന് സായിരീങ്ങളും 2 വാസിലീങ്ങളും. സായിരീങ്ങൾ എന്ന് പറഞ്ഞാല് അള്ളാഹുവിലേക്കുള്ള പ്രയാണം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാല് ഇപ്പൊ തുടങ്ങിക്കൊണ്ടിരിക്കല്ല, തുടങ്ങിയിട്ട് കുറച്ചങ്ങോട്ട് എത്തിക്കണം സായിരീങ്ങൾ. വാസിലീങ്ങൾ എന്ന് പറഞ്ഞാല് സാക്ഷാത്കാരം നടത്തിയ ആളുകളാണ്, അള്ളാഹുവിലേക്ക് വുസൂലായി എത്തിയ ആളുകളാണ്. ഇങ്ങനെ 2 കൂട്ടക്കാരെ കുറിച്ചാണ് എന്ത് ചെയ്യണത് ഇവിടെ പറയണത്. ഇവിടെ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയുന്നത്, ഈ സായിരീങ്ങളാകുന്ന ആളുകള് അമല് ചെയ്യുമ്പോൾ ഓല അമലിലേക്കൊന്നും നോക്കൂല. വാസിലീങ്ങളും അങ്ങനെ തന്നെ. പക്ഷെ 2 കൂട്ടർക്കും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. നോക്കിക്കോളി. ഖതഅ സായിരീന ലഹു, അള്ളാഹുവിലേക്ക് പ്രയാണം നടത്തിയ ആളുകളെ അള്ളാഹു തആല വിച്ഛേദിച്ചിരിക്കുന്നു. വൽ വാസിലീന ഇലൈഹി, അള്ളാഹുവിലേക്ക് വുസൂലായ, അള്ളാഹുവിലേക്ക് എത്തിയ ആളുകളെയും അള്ളാഹു തആല എന്ത് ചെയ്തിരിക്കുന്നു? വിച്ഛേദിച്ചിരിക്കുന്നു. എന്തിൽ നിന്ന്? അൻ റുഇയതി അഅമാലിഹിം, അവരുടെ അമലുകൾ അവര് കാണുന്നതിൽ നിന്ന്. വശുഹൂദി അഹ്വാലിഹിം, അവരുടെ അവസ്ഥാവിശേഷങ്ങളുണ്ട്, അത് ദർശിക്കുന്നതിൽ നിന്നും എന്ത് ചെയ്തിരിക്കുന്നു? അള്ളാഹു തആല അവരെ വിച്ഛേദിച്ചിരിക്കുന്നു. ഇനി നോക്കുക, എന്താണ് ഈ അമലുകൾ? ഇവർ 2 കൂട്ടരും അമലുകൾ കാണാത്തതിന്റെ കാരണം എന്താണെന്നുള്ളതാണ് ഈ പറയാൻ പോകുന്നത്. അമ്മ സായിറൂന, അള്ളാഹുവിലേക്ക് പ്രയാണം നടത്തിയ ആളുകൾ, ഫലി അന്നഹും, നിശ്ചയം അവരായതിന് വേണ്ടി, ലം യതഹഖഖു, അവർ ഉറപ്പിച്ചിട്ടില്ല, അസ്സിദ്ഖ മഅല്ലാഹി ഫീഹാ, ആ അമലിൽ അള്ളാഹുവിനോട് കൂടെ ഒരു സത്യസന്ധതയെ അവരെന്ത് ചെയ്തിട്ടില്ല? ഉറപ്പിച്ചിട്ടില്ല. ഓല് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ അള്ളാഹു തആല സ്വീകരിക്കാൻ മാത്രം ഉതകുന്ന അമലാണോ ചെയ്തത് എന്ന് ഓൽക്കന്നെ ഉറപ്പായിട്ടില്ല. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, എന്റെ റബ്ബിനെ കാണാതെ ഒരു നിസ്കാരവും ഞാൻ എന്ത് ചെയ്തിട്ടില്ല? നിസ്കരിച്ചിട്ടില്ല. അങ്ങനെ പറഞ്ഞ ഒരുപാട് മഹാന്മാരുണ്ട്. അപ്പൊ ഇതൊക്കെ, ഈ ചരിത്രങ്ങളും ഈ കഥകളൊക്കെ ഇവർക്ക് കേൾക്കുമ്പോഴും അനുഭവിക്കുമ്പോഴൊക്കെ ഓൽക്ക് തോന്നുകയാണ് എന്ത്? ഞങ്ങളെ അമലുകൾ ഇപ്പൊ അള്ളാഹു തആല ശ്രദ്ധിക്കാൻ മാത്രം ഒന്നും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓലിങ്ങനെ അമല് ചെയ്യാന്നല്ലാതെ ആ അമലിന് ഓലെന്ത് ചെയ്യണില്ല? കാണുന്നില്ല. കാരണം എന്താ? അള്ളാഹു തആല സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ അത്ര ഇഖ്ലാസോടുകൂടെ ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പോലും ഉറപ്പിച്ചിക്കാണ്. അതിന് മാത്രം എന്ത് ചെയ്തിട്ടില്ല? ഇപ്പോ അൽ അവാരിഫുൽ മാരിഫി എന്ന് പറയുന്നൊരു കിതാബുണ്ട്, ഇമാം സുഹ്റവർദി തങ്ങളെ കിതാബാണ്. ആ കിതാബിൽ കാണാൻ സഹാബത്ത് നിസ്കരിക്കണ സമയത്ത് പക്ഷികളൊക്കെ വന്നിട്ട് ഓല ചുമല്ലു ഒന്ന് ഊത്തിരിഞ്ഞു. പക്ഷികളൊക്കെ എന്താണ് ചുമലിരിക്കാൻ കാരണം?
അതിനൊരു ചലനമല്ല, അത്ര ശ്രദ്ധയാണ്. മനസ്സിലാവണ്ടോ? ഇനി നമ്മളെ ചുമല്ലോ, നമുക്ക് എരുത്തു കൂടെ ഞാൻ പല്ലി പോയാൽ മതി, നമ്മളെ ഫുൾ കോൺസെൻട്രേഷൻ ആ പല്ലിയിലേക്കാണ് അല്ലെ. അപ്പോ സ്വഹാബത്ത് നിസ്കരിക്കുമ്പോ പക്ഷികളൊക്കെ വന്ന് കുത്തിരിഞ്ഞു, കാരണം ഇതിന് അനക്കല്ല, ഓല ഫുൾ അള്ളാഹുവിലേക്ക് ഫോക്കസ് ആയിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അത്രമാത്രം ശ്രദ്ധയുള്ള നിസ്കാരമാണ്. അപ്പൊ അതിലേക്ക് നോക്കുമ്പോ ഇവൽക്കൊരു കോൺഫിഡൻസ് കിട്ടണില്ല. ഞങ്ങളെ നിസ്കാരം ഒന്നും ഇപ്പൊ അള്ളാഹു താല ആ രൂപത്തിൽ സ്വീകരിക്കേണ്ടതിലേക്ക് തലത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഓല് എന്ത് ചെയ്യണില്ല, അവരെ നിസ്കാരം ഓല് നിസ്കാരവും മറ്റു അമലുകളും മറ്റു കാര്യങ്ങളൊന്നും ഓല് കാണുന്നില്ല. അതൊന്നും ഒരു സത്യസന്ധത ഇല്ല. സ്വാലിഹികളിലേക്ക് നോക്കുമ്പോ അങ്ങോട്ട് ഉറപ്പിക്കാനായിട്ടില്ല. അങ്ങോട്ട് ഉറപ്പിക്കാൻ ഇപ്പൊ നമ്മളെ നിസ്കാരത്തിനൊക്കെ ഇപ്പൊ അള്ളാഹു താല കൂലി തരികയാണെങ്കിൽ 1000 റുപ്യ ഇപ്പൊ ഈശാ നിസ്കാരത്തിന് തരികയാണെങ്കിൽ ഇപ്പൊ നമുക്കൊക്കെ പത്ര കിട്ടും. അള്ളാന്നൊക്കെ ഒന്ന് പറഞ്ഞോക്കണല്ലോ. അതിനെ ചിലപ്പോ എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിനെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരു 10 റുപ്യ 5 റുപ്യൊക്കെ കിട്ടും. അല്ലാത്തതൊന്നും കിട്ടൂല എന്നാണ് എന്റെ കാഴ്ചപ്പാട്. എന്റെ കഥ ഇപ്പൊ എനിക്കറിയുള്ളൂ, നിങ്ങളാ ഇഖ്ലാസ് നമുക്ക് അറിയില്ലല്ലോ. അപ്പോ അപ്പൊ ബഹുമാനപ്പെട്ടവർ പറയാണ്, അമ്മ സായിറൂന, അള്ളാഹുവിലേക്ക് പ്രയാണം നടത്തിയ ആളുകൾ അവര് അമലുകളെ കാണാത്തത് എന്താ കാരണം? അവര് ഫലി അന്നകും, നിശ്ചയം അവരായതിന് വേണ്ടിയാണ്, ലം യതഹഖഖു, അവർക്ക് ഉറപ്പിക്കാനായിട്ടില്ല, അസ്ദിഖ, സത്യസന്ധതയെ, മഅല്ലാഹി, അള്ളാഹുവിനോട് കൂടെ, ഫിഹ, അമലില്, അമല് സത്യസന്ധത അവർക്ക് എന്ത് ചെയ്തിട്ടില്ല, ഉറപ്പിക്കാനായിട്ടില്ല. അള്ളാഹു തആല നമ്മളെ കാക്കട്ടെ. സ്വാലിഹീങ്ങളുടെ നിസ്കാരത്തിന്റെ കഥകളൊക്കെ ആലോചിച്ചു കഴിഞ്ഞാല് ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു 1000 റക്അത്ത് നിസ്കരിച്ചിട്ട് പടച്ച റബ്ബിനോട് കരഞ്ഞിട്ട് ദുആ ചെയ്ത ചരിത്രങ്ങളൊക്കെ കിതാബ് കാണാൻ കഴിയും. 1000 റക്അത്ത് പറഞ്ഞാൽ ഇന്ന് 20, നാളെ 20, മറ്റന്നാൾ 20 അല്ല, ഒറ്റ നൃത്തത്തിൽ 1000 റക്അത്ത്. ഒറ്റ നൃത്തത്തില് എന്തിനാ അവരൊക്കെ ചെയ്യണത്? പേടിച്ചിട്ട്. സ്വാലിഹീങ്ങളൊക്കെ ഇപ്പൊ എത്ര ചെയ്തിക്കണ്, ഞങ്ങൾ ഇതെങ്കിലും ചെയ്യണ്ടേ. കാരണം അവരെ മുൻഗാമികള് അതിൽ കൂടുതലാ ചെയ്തിക്കണത്. അവരെ മുൻഗാമികള് അതിലും കൂടുതലാ ചെയ്തിക്കണത്. എന്നാ അവർക്ക് അവരതിന് വല്ല വല്ല തഴബാനായിരുന്നോ? ഓൽക്ക് അതിൽ വല്ല ആരോഗ്യങ്ങൾ ഉണ്ടായിരുന്നോ? ക്ഷീണങ്ങൾ ഉണ്ടായിരുന്നോ? ഒന്നുമില്ല. ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിനെ ഭ്രാന്തന്റെ കോലത്തിൽ കണ്ടപ്പോ കുട്ടികൾ കല്ലെടുത്തെറിഞ്ഞു. അപ്പൊ കുട്ടികളെ നോക്കിയിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നിങ്ങൾ ചെറിയ കല്ലെടുത്തിട്ട് തന്നെ എറിയും, കാരണം വലിയ കല്ലുകൊണ്ട് നിങ്ങൾ എറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ശരീരത്തിൽ നിന്ന് രക്തം പൊട്ടിയിട്ട് പിന്നെ എനിക്ക് നിസ്കരിക്കാൻ പ്രയാസാവും. എല്ലായിടത്തും പഞ്ഞി ഇതൊക്കെ വെച്ച് കെട്ടണ്ടേ, അതുകൊണ്ട് നിസ്കാരത്തിന് പ്രയാസാവും. എറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ, ചെറിയ കല്ലെടുത്ത് എറിഞ്ഞോളി, അല്ലാതെ എനിക്ക് വേദനക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ല. കാരണം എന്താ, അള്ളാഹു താലാക്ക് വേണ്ടി എല്ലാം ത്യജിക്കാൻ ആ ഒരു ഇഷ്കിന്റെ ലഹരിയിൽ അവനിപ്പോ ഓല എന്ത് കുത്തി നോവിച്ചാലും അവർക്കത് പ്രശ്നമല്ല. ഓല നിസ്കാരത്തിന്റെ ഒരു റക്അത്ത് നമ്മൾ മൊത്തം നിസ്കരിച്ചാൽ കിട്ടൂല. അപ്പൊ അവരിലേക്ക് നോക്കിയിട്ടാ പറയണത്, അള്ളാഹു താല ശ്രദ്ധിക്കാൻ മാത്രമൊന്നും ഞങ്ങളെ അമലില്ല, അതുകൊണ്ട് ഓല അമലിങ്ങനെ ചെയ്യാന്നല്ലാതെ അതിലോല എന്ത് ചെയ്യൂല, എണ്ണം വെക്കൂല എന്നാ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ആൾക്കാരുണ്ട്, അമ്മൽ വാസിലൂന, അള്ളാഹുവിലേക്ക് എത്തിയ വാസിലീങ്ങളാകുന്ന ആൾക്കാരുണ്ട്. അവര് ഫലി അന്നഹു, അവരെന്താ ഈ അമലിനെ കാണാത്തത്? ഫലി അന്നഹു, നിശ്ചയം അവരായതിന് വേണ്ടിയാണ്. ഫലി അന്നഹു, നിശ്ചയം അവരായതിന് വേണ്ടി, വയ്യബഹും, അവരെ അള്ളാഹു താല മറച്ചു കളഞ്ഞു, ബിഷുഹൂദിഹി, അള്ളാഹുവിന്റെ ദർശനം കൊണ്ട്, അൻഹ, ആ അമലിനെ തൊട്ട്. ഓല് അള്ളാഹുവിനെ എങ്ങനെ കാണുകയാണ്, പിന്നെ ഓൽക്ക് ഒന്നും കാണൂല. നമ്മൾ പകലിൽ ഇപ്പൊ ഒരു ലൈറ്റ് കത്തിച്ചു, വല്ല കാര്യമുണ്ടോ? സൂര്യന്റെ പ്രകാശം ഉണ്ടാവുമ്പോ ആരെങ്കിലും ഈ ഇത് ശ്രദ്ധിക്കോ? ഇല്ല. ഇവര് അള്ളാഹുവിന്റെ ആ ഒരു എന്തായാലും പറയാ, മുഹാദറയുടെയും മുകാശഫയുടെയും ഇതൊക്കെ കഴിഞ്ഞ് വലിയ ഷുഹൂദിന്റെ മക്കാമില, മുഷാഹദയുടെ മക്കാമില, അള്ളാഹുവിനെ മാത്രം ദർശിക്കുന്ന ഒരവസ്ഥയിലാണ് അവര്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ദർശനം മറ്റുള്ള കാഴ്ചകളൊക്കെ എന്ത് ചെയ്തു, മറപ്പിച്ചുകളും. അതുകൊണ്ട് തന്നെ അമലൊന്നും ഓൽക്ക് ഓർമ്മല്ല. ബഹുമാനപ്പെട്ട മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു മുഷാഹദയുടെ മഖാമിലെത്തിയപ്പോ പിന്നെ അദ്ദേഹത്തിന്റെ കണ്ണ് അദ്ദേഹം ചിമ്പിയിട്ടില്ല. കാരണം എന്താ, ആ ഒരു ദിവ്യ ദർശനം, ആ ഒരു മാസ്മരികമായ കാഴ്ച കണ്ടിട്ട് പിന്നെ കണ്ണൊന്ന് അടക്കാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അത്രയും രസകരമായ കാഴ്ച. അത് ഓരോ ആളുകളും കാണുന്ന ഏരിയകൾ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഇന്ന് ഞാന് ഒരു അത്യാവശ്യത്തിന് പുറത്തു പോയതേ ഉള്ളൂ. ആ സമയം കൊണ്ട് ഒരു കിതാബ് നോക്കിയപ്പോ ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അതിലൊരു കഥ പറയുന്നുണ്ട്.
ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് ഓലെ ഈമാൻ വർദ്ധിക്കാൻ വേണ്ടി ബനു ഇസ്രായേൽപ്പെട്ട പ്രവാചകന്മാരെ കഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അള്ളാന്റെ റസൂൽ. ആ കൂട്ടത്തില് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ കഥ പറഞ്ഞു കൊടുത്തു അള്ളാന്റെ റസൂല്. ഈസാ നബി അലൈഹി ഇസ്ലാം എന്ത് ചെയ്യലുണ്ട്? വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കലുണ്ട് എന്ന് പറഞ്ഞു. ശേഷം അള്ളാന്റെ റസൂൽ പറഞ്ഞു ലവിസ്ദാദ യഖീന. ബഹുമാനപ്പെട്ട ഈസാ നബിക്ക് ഒന്നും കൂടി ഈമാനിന്റെ ദൃഢത വർദ്ധിച്ചിരുന്നെങ്കിൽ ലമശാഫിൽ ഹവാ, ബഹുമാനപ്പെട്ടവർക്ക് വായുവിലൂടെ നടക്കാൻ കഴിയുമായിരുന്നു. ആരാ പറയണത്? അള്ളാന്റെ റസൂലാ പറയണത്. ഈസാ നബിക്ക് ഒന്നും കൂടി ആ ഈമാനികമായ ദൃഢത കൂടുതലുണ്ടെങ്കിൽ, ആ ഹഖുൽ യഖീന്റെ ഒക്കെ മക്കാമിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ, അവരെത്തിയിട്ടില്ല എന്നല്ല പറയണം കേട്ടോ, റസൂലുള്ളയിലൂടെ നമ്മൾ പറയണം. അള്ളാന്റെ റസൂൽ ഇമാം ഗസാലി തങ്ങളെ ഈ വിഷയം പറയണത്. അപ്പൊ ഈമാനിക ദൃഢത ഒന്നും കൂടി വർദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുമായിരുന്നില്ല? മഷാഫിൽ ഹവാ, അവർക്ക് വായുവിലൂടെ നടക്കാൻ കഴിയുമായിരുന്നു. മനസ്സിലാവുണ്ടോ? നമ്മൾ കാണേണ്ട കാഴ്ചകളൊക്കെ ഉള്ളിലാണ്. പുറത്തുള്ള കാഴ്ചകൾ കണ്ടിട്ട് നമുക്കത് വലുതായിട്ട് തോന്നുകയാണ്. കാണേണ്ട കാഴ്ചകളൊക്കെ എവിടെയാണ്? ഉള്ളിലാണ്. മനസ്സിലാവുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു ഖുദ്സിയായ ഹദീസ് ഉണ്ട്. അള്ളാഹു തആല പറയാണ്, അഅദത്തു ലിഇബാദിയ സ്വാലിഹീൻ, സ്വാലിഹീങ്ങളാകുന്ന എൻ്റെ അടിമകൾക്ക് ഞാൻ സംഭരിച്ചു വെച്ചിരിക്കുന്നു, തയ്യാറാക്കി വെച്ചിരിക്കുന്നു, മാല ഐനുൻ റഅത്, ഒരു കണ്ണും കാണാത്ത ഒന്നിന്. സ്വാലിഹീങ്ങളാകുന്ന ആളുകൾക്ക് ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നു, മാല ഐനുൻ റഅത്, ഒരു കണ്ണുമേ അത് കണ്ടിട്ടില്ല, വലാ ഉദുനുൻ സമിഅത്, ഒരു കാതും അതിനെന്ത് ചെയ്തിട്ടില്ല? കേട്ടിട്ടില്ല, വലാ ഖതറ അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യ ചിന്തയിലും അങ്ങനത്തെ ഒരു വിഷയം വന്നിട്ടേ ഇല്ല. ഇമാം ഗസാലി തങ്ങൾ പറയുന്നു, അത് ഏത് സ്വർഗത്തിനെ കുറിച്ചാണ് പറയണത്? അത് ആത്മീയമായ സ്വർഗമാണ്. ആ സ്വർഗത്തിനെ കുറിച്ചാണ് അല്ലാഹു തആല പറയുന്നത്. ആ ആർക്കാണ്? ഈ ശുഹൂദിന്റെ മഖാമിലെത്തിയ ആൾക്കാർക്കാണ്. അവർക്ക് പിന്നെ വേറെന്തെങ്കിലും കണ്ടാ ഓർമ്മ ഉണ്ടാവും അല്ലേ? വേറെന്തെങ്കിലും ഇപ്പൊ നമ്മള് അൽ മവാഹിബുൽ ജലിയ എന്ന് പറയുന്ന കിതാബില് അല്ലെ, തഴവ ഉസ്താദ് പറയുന്നല്ലോ അല്ലെ, പൂർലീങ്ങളാകുന്ന ആളുകളെ പല്ലിന്റെ ലങ്കല് കണ്ട് ജിബ്രീല് പോലും അമ്പരന്നിട്ടുണ്ട്. അത് ഏത്? ആത്മീയമായ സ്വർഗല്ല, അള്ളാഹു നമുക്ക് നൽകാമെന്ന ഏറ്റ വാഗ്ദത്ത സ്വർഗം ഉണ്ടല്ലോ, അതിലുള്ള ഒരു പെണ്ണിനെ കണ്ടിട്ട് ജിബ്രീല് പോലും അമ്പരന്നിട്ടുണ്ട് എന്ന് പറയുന്നു. എന്നാൽ ഇമാം ഗസാലി തങ്ങൾ പറയുന്നു, ഒരു ആത്മീയമായ സ്വർഗമുണ്ട്, അതിനേക്കാൾ മനോഹരമാണ്. ആ സ്വർഗത്തിനെ കുറിച്ചാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്. അത് ഞാൻ അല്ലാഹു തആല പറഞ്ഞത് ഞാൻ ആർക്കാണ്? സ്വാലിഹീങ്ങളാകുന്ന ആളുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണ്. മാല ഐനുൻ റഅത്, ഒരു കണ്ണും അതിനെന്ത് ചെയ്തിട്ടില്ല? കണ്ടിട്ടില്ല. വലാ ഉദുനുൻ സമിഅത്, ഒരു കാതും അതിനെ കേട്ടിട്ടില്ല. വലാ ഖതറ അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യ ചിന്തയിലും എന്ത് ചെയ്തിട്ടില്ല? അങ്ങനെ ഒരു വിഷയം വന്നിട്ടില്ല. അപ്പൊ ഈ രണ്ടാമത്തെ വാസിലീങ്ങളാകുന്ന ആളുകൾ, വഅമ്മൽ വാസിലൂന, വാസിലീങ്ങളാകുന്ന ആളുകൾ, ഫലി അന്നഹു, നിശ്ചയം അവരായതിന് വേണ്ടി, ഗയ്യബഹും, അവർ അല്ലാഹു തആല മറച്ചു, ബിശുഹൂദിഹി, അല്ലാഹുവിന്റെ ദർശനം കൊണ്ട്, അൻഹാ, ഈ അമലിനെ തൊട്ടോലും മറച്ചു. പിന്നെ ഓല അമലിന് എന്ത് ചെയ്യണില്ല? കാണുന്നില്ല. ഒരു പ്രത്യേകമായ ലഹരിയിലാണ്, പ്രത്യേകമായൊരു ലഹരിയിലാണ്. ബഹുമാനപ്പെട്ട സ്വലാഹുദ്ദീൻ തങ്ങളുടെ ഒരു കിതാബില് ഒരു വിഷയം പറയുന്നുണ്ട്. അല്ലാഹു തആല എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നുണ്ട്? അടിമകളോട് പറയുന്നുണ്ട്, നിനക്ക് എന്നെ വേണ്ടെങ്കിലും എനിക്ക് നിന്നെ വേണം, നിനക്ക് എന്നെ വേണ്ടെങ്കിലും എനിക്ക് നിന്നെ വേണം. കാരണം അല്ലാഹു തആലക്ക് വേണ്ടി നമ്മളെ പടച്ചതാണ്. നീ എന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നിന്റെ ഹൃദയത്തിന്റെ വാതിൽ നിന്റെ ഹൃദയത്തിന്റെ വാതിൽ നീ നിനക്കായിട്ട് തുറന്നില്ലെങ്കിൽ നീ തുറക്കുന്നത് വരെ ഞാൻ എന്ത് ചെയ്യും? അത് കാത്തിരിക്കും. എത്രത്തോളം? അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ പറയുന്നുണ്ട്, നമ്മളെ മരണത്തിന്റെ ഡേറ്റ് ഉണ്ടല്ലോ, ആ ദിവസം വരെ അല്ലാഹു തആല വെയിറ്റ് ചെയ്യാണ്. അവന്റെ അമലുകൾ കൊണ്ട്, ഹുബ്ബ് കൊണ്ട്, ഷൗക്ക് കൊണ്ട് എൻ്റെ അടിമ ആ വാതിലൊന്ന് തുറന്നെങ്കിൽ, ആ വാതിലൊന്ന് തുറന്നെങ്കിൽ. കാരണം എന്താണ്? അള്ളാഹുവിന് ഒരു വ്യക്തിയുമായി സംഗമിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ട, അല്ലാഹു തആല ഒരു മനുഷ്യൻ മരിക്കുന്നത് വരെ കാത്തു നിൽക്കും. അതുവരെയും തുറക്കണില്ലെങ്കിൽ അല്ലാഹു തആല സ്വമേധയാൽ അല്ലാഹു തആല തുറന്നു കൊടുക്കും. അതാണ് മരണം എന്ന് പറയുന്നത്.
മഹാന്മാര് പറയുന്നു, അള്ളാഹു തആല ഒരു മനുഷ്യനെ മരിപ്പിക്കുന്നത് അള്ളാഹുമായിട്ടുള്ള കൂടിക്കാഴ്ചക്ക് വേണ്ടിയിട്ടാണ്. അള്ളാഹുമായിട്ടുള്ള കൂടിക്കാഴ്ചക്ക് വേണ്ടിയിട്ടാണ്. അവിടെ തന്നെ ആരിഫീങ്ങൾ പറയുന്നുണ്ട്, എന്റെ പ്രിയപ്പെട്ട സഹോദര, നീ സ്വമേധയാൽ തുറക്കുക, അള്ളാഹു തആല തുറക്കുന്നത് വരെ നീ കാത്തിരിക്കാൻ പാടില്ല. ആ രണ്ട് തുറവിയും എന്തുണ്ട്? വ്യത്യാസമുണ്ട്. നമ്മൾ അമല് ചെയ്തിട്ട് നമ്മളെ ഇഷ്ക് കൊണ്ട്, നമ്മുടെ മഹബത്ത് കൊണ്ട് നമ്മൾ നമ്മളെ ഹൃദയത്തിന്റെ വാതിൽ തുറക്കുന്നതും മരണത്തോടുകൂടെ അള്ളാഹു തആല തുറന്നു തരുന്നതും രണ്ടും മാറ്റുണ്ട്. രണ്ടിന്റെയും ഡിഗ്രിക്ക് എന്തുണ്ട്? മാറ്റുണ്ട്. നമ്മൾ സ്വമേധയാൽ എന്ത് ചെയ്യണം? തുറക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പറയണല്ലേ, മൻ കാന ഫീ ഹാദിഹി അഅമ ഫഹുവ ഫിൽ ആഖിറതി. ആരെങ്കിലും ദുനിയാവില് അന്ധന്മാരായി, അള്ളാഹു തആലനെ കാണാൻ കഴിയാതെ, ദർശനം കാണാൻ കഴിയാത്ത ആൾക്കാരാണെങ്കിൽ അവൻ എവിടെയും ആഖിറത്തിലും അവൻ തന്നെയാണ്, അന്ധൻ തന്നെയാണ്. അപ്പൊ ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണം? തുറക്കണം. ഇവിടുന്ന് കാഴ്ച നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനേക്കാൾ മനോഹരമായ കാഴ്ച അള്ളാഹു തആല ആഖിറത്തിൽ തരും. അതുകൊണ്ട് നമ്മുടെ ഖൽബ് എന്ത് ചെയ്യണം? അള്ളാഹു തആലക്ക് വേണ്ടി ഓരോ അടിമകളും ഓരോ ആൾക്കാരും എൻ്റെ ഹൃദയത്തിലേക്ക് അള്ളാഹു തആല വരുന്ന ഒരു മുഹൂർത്തം ഉണ്ടാക്കണം. അത് മരിക്കുന്നതിന് മുമ്പായി അതിനെന്താണോ വേണ്ടത്, എത്രയാണോ വേണ്ടത്, അതൊക്കെ നമ്മൾ ചെയ്തിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.